2022 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി +2 ഫലപ്രഖ്യാപനത്തിൽ 9353 9353 എന്നാണ് പറഞ്ഞത്. ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ് 9353. എന്നാൽ അതിനെ 9353 എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ശിവൻകുട്ടിയെ എല്ലാവരും കളിയാക്കിയത്. ഇപ്പോഴിതാ 2026 ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയ ഷംസുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഈ ഉപരിപഠനത്തിന് അർഹരായ വിദ്യാർത്ഥികളുടെ കണക്ക് പറയുന്ന കൂട്ടത്തിൽ 9209398 എന്നതിനെ അദ്ദേഹം 2,09,398 എന്ന് പറഞ്ഞു. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത. അത് പറയേണ്ടിയിരുന്നത് 2,09,398 എന്നായിരുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ കളിയാക്കിയത്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. 1 മുതൽ 9 വരെ എണ്ണി നോക്കിയാൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ അക്കങ്ങളോട് 0 ചേർത്താൽ 10, 20, 30, 40, 50, 60, 70, 80, 90 ഇങ്ങനെ വരും. ഒരു 0 കൂടി ചേർത്താൽ 100, 200, 300, 400, 500, 600, 700, 800 കഴിഞ്ഞാൽ 900 എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പറയേണ്ടത് 900 എന്നല്ലേ? അതാണ് ഇവിടെ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. 900 ശരിക്കും 900 ആണ്, അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. എന്നാൽ 900 എന്ന് പറഞ്ഞ് കുഴപ്പിക്കുകയാണ്. 1000 വേണമെങ്കിൽ നമുക്കറിയാം ഒരു സംഖ്യയുടെ കൂടെ 3 0 വേണം. എന്നാൽ ഇവിടെ 9 എന്ന സംഖ്യയോടൊപ്പം 2 0 ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ 900 എന്ന പദപ്രയോഗം തെറ്റാണ്. അത് 920 900 എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി 9 എന്നൊരു ഒരു സംഖ്യയില്ല, 900 എന്ന് പറയാം. അപ്പോൾ 9ന്റെ കൂടെ 2 കൂടെ ചേർത്താൽ 900 എന്ന് പറയണം. 9ന്റെ കൂടെ 3 0 ചേർത്താൽ 9000 എന്നും പറയണം. 8ന്റെ കൂടെ 2 0 ചേർത്താൽ 800, 8ന്റെ കൂടെ 3 0 ചേർത്താൽ 8000. അതേപോലെ 9ന്റെ കൂടെ 2 0 ചേർത്താൽ 900 എന്ന് മാത്രമാണ് പറയേണ്ടിയിരുന്നത്. അവിടെ 900 എന്ന പ്രയോഗമാണ് ഇതെല്ലാം കുഴപ്പിക്കുന്നത്. ഇത് എങ്ങനെ നമുക്ക് പറ്റി എന്നുള്ളതാണ്. നമുക്കറിയാം, തമിഴിൽ ഈ 900 900 എന്നാണ് പറയുന്നത്. അപ്പൊ തമിഴിൽ നിന്നാണ് നമ്മൾ ഇതെന്നെല്ലാം സ്വീകരിച്ചത്. അങ്ങനെ തമിഴിന് 800 കഴിഞ്ഞ് 900 900 എന്ന് പറഞ്ഞു. അങ്ങനെ ആ തെറ്റ് നമ്മൾ മലയാളികളും സ്വീകരിച്ചു പോയി. ഇനി നമുക്ക് സംസ്കൃതത്തിൽ ഒന്ന് നോക്കാം. സംസ്കൃതത്തിൽ 100 ശതം എന്നാണ് പറയുന്നത്. അപ്പോൾ 9 നവം എന്ന് പറയും. അപ്പോൾ 900 സംസ്കൃതത്തിൽ നവശതം, ശതം 100, 900 നവശതം, അങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ഇനി ഹിന്ദിയിലാണെങ്കിലോ 100 സൗ എന്നും 900 നൗ സൗ എന്ന് പറയുന്നുള്ളൂ. അവിടെയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇനി ഇംഗ്ലീഷിൽ നമ്മൾ നോക്കാം. നമ്മൾ
100, 200, 300, 500, 600, 700, 800, 900. 900 അങ്ങനെയാണല്ലോ ഇംഗ്ലീഷിലും. അപ്പൊ ഇവിടെ ശിവൻകുട്ടിയും ഷംസുദ്ദീനും തൊള്ള എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 9 എന്ന അക്കത്തെ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും 9353 എന്ന് പ്രയോഗിച്ചത്. അറിഞ്ഞോ അറിയാതെയോ ആണ് പറഞ്ഞതെങ്കിലും ഈ രണ്ടുപേരും പറഞ്ഞതിൽ നമുക്ക് തെറ്റ് പറയാനൊക്കത്തില്ല. തൊള്ള എന്ന പദം തമിഴൻ ഉദ്ദേശിച്ച ആ അബദ്ധം നമ്മളും റിപ്പീറ്റ് ചെയ്തു വന്നതിൻ്റെ ഫലമായി സംഭവിച്ചു പോകുന്ന ഒന്നാണ്. അവർ 900 എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ 1000 ആണുള്ളത്. അപ്പോൾ 4 അക്കം വരുമ്പോഴാണല്ലോ 1000 വരുന്നത്. അപ്പോൾ 9000 എന്നുള്ളതിനാണ് അവർ 900 എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ രണ്ടുപേരും പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും ന്യായീകരിക്കല്ല. പക്ഷെ നമ്മുടെ പ്രയോഗത്തിൽ 900 900 എന്നാണ് പറയുന്നത്. 9ന്റെ കൂടെ 3 പൂജ്യം ചേർത്താൽ 9000 എന്നും പറയണം. പക്ഷേ ഈ തെറ്റ്, തമിഴൻ കാണിച്ച തെറ്റ്, അത് അപ്പാടെ സ്വീകരിച്ച് നമ്മൾ കൊണ്ട് നടക്കുന്നത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ടും പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിമാരാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ളവര്, കണക്ക് ശാസ്ത്രത്തിൻ്റെ ഒക്കെ മേഖലയിലുള്ളവര് ഇതൊന്ന് പഠിച്ച് മനസ്സിലാക്കി 900നെ 900 എന്ന് നമ്മൾ പറയണമോ വേണ്ടയോ എന്നുള്ളത് ഒരു തീരുമാനം എടുത്ത് ഇനിയെങ്കിലും ഈ തരത്തിലുള്ള തെറ്റെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ മുൻപിൽ തെറ്റായിട്ട് തോന്നുന്ന രീതിയിൽ ഇവരൊക്കെ സംസാരിക്കുന്നതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കണം.